പ്രിയരെ, ഞാൻ ഡോക്ടർ തോമസ് ജോൺ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത സൈക്യാട്രിസ്റ്റ്. ഈ 2024 ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി എൻ്റെ വലത്തെ കണ്ണിന് ചൊറിച്ചിലും വേദനയൊക്കെ അനുഭവപ്പെട്ടു. ദിവസം കഴിഞ്ഞപ്പോൾ വലത്തെ കൺപോളയുടെ കീഴെ നീര് കൂടി വരികയും ഒരു മാസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഉടൻ തന്നെ എൻ്റെ സുഹൃത്തായ ഡോക്ടർ ടോമിയെ കാണുകയും ഡോക്ടർ ടോമിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ പ്രത്യേകിച്ച് ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഓർബിറ്റൽ സർജറിയൊക്കെ ചെയ്യുന്ന ഡോക്ടർ മരിയ പോളിയെ കാണുകയും ചെയ്തു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തപ്പം അതിൽ ജീവനുള്ള തുടിക്കുന്ന ഒരു ലാർവയെ കണ്ടു. അതിൻ്റെ പേര് ഡൈറോഫൈലേറിയ എന്ന കൊതുകുജന്യ രോഗമാണത്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് പട്ടീനോ പൂച്ചേനോ കടിക്കുന്ന കൊതുകുകൾ മനുഷ്യരെ കടിക്കുമ്പോൾ ആ കൊതുകിലൂടെ ലാർവ മനുഷ്യൻ്റെ ശരീരത്തിലെത്തുന്നു. പിന്നെ അത് മനുഷ്യ ശരീരത്തിൽ ഒരു പരിപൂർണ വളർച്ചയുള്ള വരെയായിട്ട് കണ്ണിന് ചുറ്റും അത് വാസമുറപ്പിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ണിന് ചുറ്റുമുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് ഈ വര ജീവിക്കാനായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ്. കണ്ണിൽ പല രീതിയിൽ ഇത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചിലപ്പോൾ ചെറിയ ചുവപ്പ്, അതല്ലെങ്കിൽ കണ്ണിലെന്തോ എഴയുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിലെന്തോ ഇരിക്കുന്നത് പോലെ. ചില സമയത്ത് ഒരു കണ്ണിസൂക്കേട് പോലെ തന്നെയാണ് അത് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഈ ഒരു സമയത്ത് കണ്ണിന് ഡോക്ടറെ കാണിച്ചാൽ സംടൈംസ് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ആ വരേനെ ജീവനോടെ പിടികൂടാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം കണ്ണിൻ്റെ പോളയ്ക്ക് ചെറിയ വീക്കം പോലെ വരാറുണ്ട്. പക്ഷേ വീക്കം വരുന്ന സമയത്ത് ഇത് വര കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്കാനുകളോ വേറെ ടെസ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, 1-2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ണിൻ്റെ പോളയിൽ ഒരു ചെറിയ തടിപ്പ് പോലെ അത് പ്രത്യക്ഷപ്പെടും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്കാൻ ചെയ്ത് അത് വരെയാണെന്ന് കണ്ടുപിടിക്കാനും അതിനെ റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട്, സംടൈംസ് ഇത് കണ്ണിൻ്റെ മസിലിൽ കൂടെ യാത്ര ചെയ്ത് കണ്ണിൻ്റെ പുറകിൽ, അതായത് ഓർബിറ്റ് എന്ന് പറയും, എല്ലിന് ചുറ്റുമുള്ള എല്ലിരിക്കുന്ന സ്ഥലം, ആ ഓർബിറ്റിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ, കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഞരമ്പ് ഓർബിറ്റിലാണ് ഇരിക്കുന്നത്. അത് കാഴ്ചനെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വരേനെ എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ മേജർ ഒരു ശസ്ത്രക്രിയ പോലും ആവശ്യമായി വന്നേക്കാം. നാലാമതായിട്ട്, ഇത് കണ്ണിനെ തുളച്ച് കണ്ണിൻ്റെ ഉള്ളിലുള്ള ഞരമ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിലും നമുക്ക് കാഴ്ചയ്ക്ക് പ്രോബ്ലംസ് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, കൊതുകടി കൊള്ളാതെ സൂക്ഷിക്കുക ഒന്ന്. രണ്ടാമതായിട്ട്, കൊതുകിനെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഇന്ന് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ കേരളത്തിൽ വരുന്നുണ്ട്. ഇന്ന് പട്ടിയെയും പൂച്ചയൊക്കെ വളർത്തുന്നവരുടെ എണ്ണം കൂടി വരുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ധാരാളം പട്ടികൾ, ഈ സ്ട്രീറ്റ് ഡോഗ്സ്, അങ്ങനെയുള്ള പട്ടികളും ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊക്കെ അതിനെ തേച്ച് പോറ്റുന്നവരുമുണ്ട് കൊടുത്ത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ പട്ടിയെ വളർത്തുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിക്കോട്ടെ, അവരൊക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മൃഗഡോക്ടറുടെ ഉപദേശപ്രകാരം അല്ലെ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള വരയ്ക്കുള്ള ഗുളികകളും ഫൈലേറിയയ്ക്കുള്ള ഗുളികകളും ഒക്കെ നിരന്തരം അവയ്ക്കൂടെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ഇതുപോലെയുള്ള ജന്തുജന്യ രോഗങ്ങൾ പിടിപെടുകയും പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ പ്രയാസമാണ്. ഉദാഹരണമായിട്ട്, ശ്വാസകോശത്തിൽ വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാനും, ഒരുപക്ഷെ നമുക്ക് വരുന്ന വിട്ടുമാറാത്ത ചുമയും പനിയുടെയൊക്കെ കാരണം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും. ഇന്ന് ഒരു ചുമയൊക്കെ വന്ന മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. തെരുവ് നായ്ക്കളുടെ എണ്ണവും കൂടി വരുന്നു. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട അധികാരികളും ഇത് വളർത്തുന്നവരും ഈ വേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോടൊന്ന് അപേക്ഷിക്കുകയാണ്.